ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്നൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കൂന്തൽ റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടൻ്റെ കൂടെയും റൈസിൻ്റെ കൂടെയും നല്ലൊരു ബെസ്റ്റ് കോമ്പിനേഷനാണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ത്രൂ അറിയിക്കുക. ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 500 ഗ്രാം കൂന്തൽ കൊണ്ടാണ് ഞാൻ ഈ ഒരു റോസ്റ്റ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള 3 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും, അതുപോലെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ടേസ്റ്റിനനുസരിച്ചുള്ള സോൾട്ടും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു മസാല നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കൂന്തൽ ഈ ഒരു മസാലയ്ക്ക് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഈ ഒരു മസാലയിലേക്ക് പിന്നെ വേറെ അഡീഷണൽ ആയിട്ട് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുത്താൽ മതി. ശേഷം 5 to 10 മിനിറ്റ്സ് ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നന്നായി ചൂടായിട്ടുള്ള ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 5 അല്ലി വലിയ വെളുത്തുള്ളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇനി ആവശ്യമായിട്ടുള്ളത് ചെറിയ ഒരു കഷ്ണം ഇഞ്ചിയാണ്. അത് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ചൂടായി വരുമ്പോൾ നമ്മൾ വലിയ 2 സവാള ഉള്ളി നീളത്തിൽ സ്ലൈസാക്കി കട്ട് ചെയ്തതാണ്, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ നേരത്തെ മസാല കൂട്ടി വെച്ചിട്ടുള്ള ആ ഒരു കൂന്തലല്ലേ, അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സവാളയൊന്നും ജസ്റ്റ് ഒന്ന് വഴണ്ടാൽ മതി, നന്നായിട്ട് വേവേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഈ ഒരു കൂന്തൽ ഇതിലേക്ക് ആഡ് ചെയ്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ്സ് കുക്ക് ചെയ്യാം. 5 മിനിറ്റ്സിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എരിവിന് ആവശ്യമായിട്ടുള്ള 2-3 പച്ചമുളക് കൂടെ നീളത്തിൽ കട്ട് ചെയ്തതും ആഡ് ചെയ്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നമ്മളിതിലേക്ക് അഡീഷണൽ ആയിട്ട് വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഈ ഒരു കൂന്തലിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളം കൊണ്ട് തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു വെള്ളം വറ്റി വരുന്നത് വരെ അടച്ചു വെച്ച് നല്ല രീതിയിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളമെല്ലാം വറ്റി കൂന്തലെല്ലാം നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ ഒന്നുകൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുനുകുന അരിഞ്ഞ് വെച്ചിട്ടുള്ള മല്ലിച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതാണ് ഫൈനലായിട്ട് നമ്മൾ ചേർക്കുന്നത്. ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. റെസിപ്പി ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്